ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ന്യൂ SCERT ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പം 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം. കാണാത്തവർ കയറി കണ്ടു നോക്കുക. നമുക്ക് പാഠം വായിച്ചാലോ? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. അപ്പോൾ എനർജി, ഊർജം എന്താണെന്ന് ആദ്യമേ പറഞ്ഞിരിക്കുകയാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജരൂപങ്ങളാണ്. ഇനി ഇന്ധനങ്ങൾ. എന്താണ് ഇന്ധനങ്ങൾ? കുറച്ച് അടുപ്പിൻ്റെയൊക്കെ പടം കൊടുത്തിട്ടുണ്ടല്ലേ. ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ നാം അടുപ്പ് ഉപയോഗിക്കുന്നത്. ചൂടിൽ നിന്ന് ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. ഇനി ഇന്ധനം എന്താണെന്ന് പറയുകയാണ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. ഓക്കെ, കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. ഇനി കത്താൻ സഹായിക്കുന്നത് എന്താണ് കത്താൻ സഹായിക്കുന്നത്? അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? വിറകടുപ്പ് കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞ് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിയാണ്. എന്താണ്? കുടൽ ഉപയോഗിച്ച് ഊതുന്നു. പിന്നെ എന്താണ്? വിറകടുപ്പ് നന്നായിട്ട് കത്താൻ നമ്മൾ വിറക് കുത്തി നിറച്ച് വെക്കരുത്. കത്താൻ എന്താ വേണം? വായു വേണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓക്സിജൻ വേണമെന്ന്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. അപ്പം വിറകുകൾ എപ്പോഴും കുത്തി നിറച്ചൊന്നും വെക്കരുത്, വായു സഞ്ചാരം വേണം. ഓക്കെ, പിന്നെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തേക്കുവാണ്. മെഴുകുതിരി ഒരെണ്ണം കത്തിച്ച് വെച്ചേക്കുന്നു. ഒരെണ്ണം കത്തിച്ച് വെച്ചതിൽ എന്തോ ചെയ്തു? ഗ്ലാസ് എടുത്ത് അടച്ചു. അപ്പം വായുവിൻ്റെ അഭാവത്തിൽ എന്തോ പറ്റി? തീ കെട്ടുപോയി. അപ്പം അത് സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കുട്ടികളെടുത്ത്. ഇനി ഇന്ധനങ്ങളുടെ മറ്റുപയോഗങ്ങൾ. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങൾ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇനി ഈ ഇന്ധനങ്ങളുടെ ഉറവിടം എന്താണെന്ന് പറയുകയാണ്. പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിലെത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ. കുട്ടികളെടുത്ത് ചോദിക്കുവാണ്. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. അപ്പം പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിലെത്തുന്നത് എങ്ങനെയാണ്? ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. പിന്നെ കൊച്ചു കുട്ടികളായതുകൊണ്ട് അവർക്കറിയാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു പോയിന്റും വിട്ടു പോവണ്ട. ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് അറിയാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഓരോ സെൻറ്റൻസും എടുത്ത് വായിച്ചു പോകുന്നത്. ഓക്കെ, ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. അപ്പം കൽക്കരിയാണ് ആദ്യകാലങ്ങളിൽ മെയിനായിട്ടും ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. അപ്പം ഫോസിൽ ഫ്യൂൽസ് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നും പറയപ്പെടുന്നു. എന്തെന്ന് പറയപ്പെടുന്നു? നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. പുതുക്കാൻ കഴിയത്തില്ല. ഇനി അത് ഉണ്ടായി വരണമെങ്കിൽ വീണ്ടും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വരും. ഓക്കെ, ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ. പലതരം ഇന്ധനങ്ങളെ പറ്റി മനസ്സിലായില്ലേ? വിറക്, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഓക്കെ, ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ രൂപങ്ങളിലും ഇന്ധനമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം. ഖര ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, വിറക്, ചാർക്കോള്, കോക്ക്, പീറ്റ് ഇതൊക്കെ ഖര ഇന്ധനങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? കൽക്കരി, വിറക്, പീറ്റ്, ചാർക്കോള്, കോക്ക് എന്നിവ ഖര ഇന്ധനങ്ങളാണ്. ഇനി ദ്രാവക ഇന്ധനങ്ങൾ ഏതൊക്കെയുണ്ട്?
മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത എന്നിവ ദ്രാവക ഇന്ധനങ്ങളാണ്. എന്തൊക്കെയാണ്? മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത എന്നിവ ദ്രാവക ഇന്ധനങ്ങളാണ്. വാതകമായിട്ടാണെങ്കിലോ LPG ഉണ്ട്, പ്രകൃതിവാതകമുണ്ട്, ബയോഗ്യാസ് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, മീതെയിൻ ഉണ്ട്. ഓക്കെ, വാതക ഇന്ധനങ്ങൾ ഏതൊക്കെയുണ്ട്? LPG, പ്രകൃതിവാതകം, ബയോഗ്യാസ്, ഹൈഡ്രജൻ, മീതെയിൻ എന്നിവ വാതക ഇന്ധനങ്ങളാണ്. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിനകത്ത് ഖര ഇന്ധനങ്ങളിൽ പെടുന്നത് ഏത്, പെടാത്ത ഏത്, അല്ലെങ്കിൽ ദ്രാവക ഇന്ധനങ്ങളിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. ഖര ഇന്ധനങ്ങളിനകത്ത് എന്തൊക്കെ വരും? കൽക്കരി, വിറക്, പീറ്റ്, ചാർക്കോള്, കോക്ക് മുതലായവ വരും. ദ്രാവകത്തിനകത്താണെങ്കിലോ മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത തുടങ്ങിയവ വരും. വാതക ഇന്ധനങ്ങളിനകത്താണെങ്കിൽ LPG, CNG അഥവാ പ്രകൃതിവാതകം, ബയോഗ്യാസ്, ഹൈഡ്രജൻ, മീഥേൻ തുടങ്ങിയവ വരും. ഓക്കെ, ഇനി പഴയകാല തീവണ്ടികളുടെയൊക്കെ പടം കൊടുത്തിരിക്കുകയാണ്. കൽക്കരി തീവണ്ടി, ഡീസൽ തീവണ്ടി, ഇപ്പോൾ ഏതാണ്? വൈദ്യുതി തീവണ്ടിയൊക്കെ. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലോ, അല്ലേ? ഓക്കെ, ഇനി ജലവൈദ്യുതി. ജലത്തിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നതെന്ന് പറയുവാണ്. കെട്ടിനിർത്തിയ ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്? വെള്ളം കെട്ടിനിർത്തിയിട്ട് അത് താഴോട്ട് ഒഴുക്കി അതിൻ്റെ ശക്തി കൊണ്ട് ടർബൈനുകൾ കറക്കിയാണ് ജനറേറ്ററുകൾ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി കുട്ടികളുടെ ഓലപ്പമ്പരമൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറയുകയാണ്. അതായത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതി പറയുകയാണ്. അപ്പം ഓലപ്പമ്പരം ഉണ്ടാക്കി ഓടി നോക്കുമെന്നൊക്കെ കുട്ടികളടുത്ത് പറയുന്നു. ആ കാറ്റാടി യന്ത്രത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിവുണ്ട്. ഈ കഴിവിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ. വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? അല്ലേ, പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം എന്താണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കുട്ടികളെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജരൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയുവാനും മുന്നറിയിപ്പുകൾ അനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം. കണ്ടേ, സോളാർ കൊണ്ട് ഉപയോഗിക്കുന്ന കുക്കറും വാട്ടർ ഹീറ്ററും കാൽക്കുലേറ്ററും ഒക്കെ കാണിച്ചിരിക്കുകയാണ്. സോളാർ ലാമ്പൊക്കെ കാണിച്ചെടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇവയ്ക്കൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഇവയിലുള്ള സൗരോർജ്ജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. അപ്പം സോളാർ പാനലുകളുടെ ഊർജ്ജ പരിവർത്തനം എന്താണ്? സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇനി വൈദ്യുതി വാഹനങ്ങളെക്കുറിച്ച് പറയുന്നു. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഓക്കെ, പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. റിന്യൂവബിൾ എനർജി റിസോഴ്സസിനെ കുറിച്ച് പറയുവാണ്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ്? റിന്യൂവബിൾ ആണ്, പുതുക്കാൻ കഴിയുന്നതാണ്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നില്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് എന്ന് അറിയപ്പെടുന്നു. ഈ ഊർജ്ജ സ്രോതസ്സുകൾ വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇനി കൊച്ചിൻ എയർപോർട്ടിനെ കുറിച്ച് പറയുന്നു. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. ഇനി ബയോഗ്യാസ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവമാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതകമാണ് ബയോഗ്യാസ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന മാർഗ്ഗങ്ങളും ഊർജ്ജോൽപാദനത്തിന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡീസൽ,
കൽക്കരി താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ഭൂതാപോർജ്ജം, അണുശക്തി ഇവയെല്ലാം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഊർജ്ജോൽപാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ചൂടാറാപ്പെട്ടിയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ്. അപ്പം ഇന്ധന ഉപഭോഗം കൺസംഷൻ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അതിൻ്റെ ഉപയോഗം കുറയ്ക്കലാണ്, അല്ലെങ്കിൽ ഊർജ്ജനഷ്ടം തടയലാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതിവെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാപ്പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത്. എങ്ങനെയാണ്? ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജ്ജം ലാഭിക്കുന്നത്. ഇനി ഭാവിയുടെ ഇന്ധനങ്ങൾ. അപ്പം ഭാവിയുടെ ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുക. കാരണം ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും. അപ്പം ഈ പരിമിതികളിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ തീർന്നു പോകാത്ത തരം ഇന്ധനങ്ങളുടെ ഉപയോഗത്തിനെക്കുറിച്ച് പറയുകയാണ്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഭാവിയുടെ ഇന്ധനങ്ങളാണ്. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? കാറ്റിൻ്റെ വേഗത ഒരേപോലെയാണോ? തിരമാലയുടെ കാര്യത്തിലോ എന്നൊക്കെ കുട്ടികൾക്ക് ചോദിക്കുകയാണ്. ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ എന്താണ്? ഭാവിയുടെ ഇന്ധനങ്ങളാണ്. ഓക്കെ, വേറെന്തൊക്കെയുണ്ട്? നമുക്ക് പുതുക്കാൻ കഴിയുന്നത് ഏതൊക്കെയുണ്ട്? സൂര്യോർജ്ജമുണ്ട്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കാം, ജലത്തിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കാം, ബയോമാസ് ഉപയോഗിക്കാം, ടൈഡൽ എനർജി, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കാം, ഭൂതാപോർജ്ജം ഉപയോഗിക്കാം അല്ലേ? അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് ഭാവിയിൽ നമുക്ക് കൂടുതൽ എനർജി റിസോഴ്സസ് സേവ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. പിന്നെ നമുക്ക് പഴയ SCERTയിലെ കുറച്ച് പോയിൻറ്റ്സും കൂടെ നോക്കാം. കുറച്ചൊരു ചെറിയൊരു ഊർജ്ജത്തിൻ്റെ ഉറവുകളെന്ന് പറഞ്ഞ് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ ഒരു കുഞ്ഞു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കുറച്ച് പോയിൻറ്റ്സും കൂടെ നോക്കാം. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഓക്കെ, ഇന്ധനങ്ങളിൽ നിന്ന് ഊർജ്ജം പുറത്തു വരുന്നത് എങ്ങനെയാണ്? ജ്വലനം വഴിയാണ്. ജ്വലനത്തിന് ആവശ്യമായ വാതകം ഏതാണ്? ഓക്സിജൻ. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് കൽക്കരി ഉണ്ടാകുന്നത്. പാരമ്പര്യ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം മുതലായവ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജ്ജം, തിരമാല, കാറ്റ്. സോളാർ സെല്ലിൽ നടക്കുന്ന പ്രവർത്തനം സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സോളാർ സെല്ലിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിലിക്കൺ കൊണ്ട്. വളരെ കുറച്ച് വൈദ്യുതി ആവശ്യമായ ബൾബ് ഏതാണ്? LED ബൾബ്. ഓക്കെ, അങ്ങനെ വളരെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ പഴയ SCERTക്കകത്ത്. 5th സ്റ്റാൻഡേർഡിൽ 9th സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. നമുക്ക് പോകെ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചു പോകാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ബേസിക് സയൻസ് 2-3 ചാപ്റ്ററും കൂടെ ഉള്ളൂ 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് സോഷ്യൽ സയൻസും കൂടെ ഇതേപോലെ തന്നെ ഒരു ഓർഡറിൽ എടുത്തങ്ങ് പോകാം. അങ്ങനെ ഓരോ ക്ലാസ് വെച്ച് തീർത്ത് പോകാം. ഓക്കെ, അപ്പോഴത്തേക്കും എക്സാം ആകുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം നന്നായിട്ട് പഠിച്ച് റിവൈസ് ചെയ്യാനുള്ള ടൈമും കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചാനലിൽ SCERT ക്ലാസ്സസ് മാത്രമല്ല PYQs വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ PYQസും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പ്ലേലിസ്റ്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിരിക്കാം. ഓക്കെ, ഡിഗ്രി ലെവലിന് പ്രത്യേകം പ്ലേലിസ്റ്റ്, ബാക്കിയുള്ള എല്ലാ PYQസും പ്രത്യേകം ഒരു പ്ലേലിസ്റ്റിലും SCERT ചാപ്റ്റേഴ്സ് ഇതുവരെ എടുത്തിട്ടുള്ളത് ഒരു പ്ലേലിസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സമയനഷ്ടം ഉണ്ടാവില്ല. PYQസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ടെന്ന് ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. അപ്പം അതും കൂടെയൊക്കെ ഒന്ന് കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സ്പെഷ്യൽ എക്സാംസ്, ടെക്നിക്കൽ എക്സാംസ് ഉൾപ്പെടെയുള്ള ജനറൽ PSC എക്സാംസ് ഉൾപ്പെടെയുള്ള എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.